Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 6th സെമസ്റ്റർ എക്സാംസ് ആണ് നെക്സ്റ്റ് നടക്കാൻ പോകുന്നത്. 6th സെമസ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഈ ഒരു പേപ്പറിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഏതൊക്കെയാണ് എസ്എ ടോപ്പിക്സ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ഏറ്റവും കൂടുതൽ മാർക്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന മൊഡ്യൂൾസ് ഏതൊക്കെയാണ്, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. സോ നമ്മുടെ പേപ്പർ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവർണൻസ് ആണ്. 3 മൊഡ്യൂൾസ് ഓഡിറ്റിങ്ങിനും 2 മൊഡ്യൂൾസ് കോർപ്പറേറ്റ് ഗവർണൻസിനും നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട മൊഡ്യൂൾസ് ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം തന്നെ ഒന്ന് പറയാം. കാരണം 5 മൊഡ്യൂൾസ് ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ മാർക്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടുവരുന്നത് നമ്പർ 1 മൊഡ്യൂൾ നമ്പർ 1 നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്സ് കണ്ടുവരുന്നത്. ദെൻ മൊഡ്യൂൾ നമ്പർ 3 വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള മറ്റൊരു മൊഡ്യൂൾ. ദെൻ മൊഡ്യൂൾ നമ്പർ 4. ഈ 3 മൊഡ്യൂളാണ് ചങ്ക് മൊഡ്യൂൾസ്. ബാക്കിയുള്ളതിൽ നിന്നില്ല എന്നല്ല. ഈ 3 മൊഡ്യൂൾസിന്റെ പ്രത്യേകത പഠിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ മെജോറിറ്റി എക്സാമിന് ഉണ്ടായിരിക്കും. 80% ചോദ്യങ്ങൾ വരുന്നത് ഈ 3 മൊഡ്യൂൾസിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ മൊഡ്യൂൾ നമ്പർ 1, 3, 4 ഈ രീതിയിൽ പഠിക്കാം. അതിനുശേഷം മൊഡ്യൂൾ നമ്പർ 2, 5 ഇതിലോട്ട് കടന്നാൽ മതി. ഓക്കെ, ഇനി എസ്എ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 4 essays ആണ് വരാം. 3 essay ചോദ്യങ്ങൾ ഓഡിറ്റിംഗിൽ നിന്നും ഒരൊറ്റ essay കോർപ്പറേറ്റ് ഗവർണൻസിൽ നിന്നാണ് കണ്ടുവരാറ്. കോർപ്പറേറ്റ് ഗവർണൻസിൽ നിന്നുള്ള essay മിക്ക പേപ്പറിലും മൊഡ്യൂൾ നമ്പർ 4 നിന്നാണ് ഇട്ട് കണ്ടിട്ടുള്ളത്. ചില സമയത്ത് മൊഡ്യൂൾ നമ്പർ 1 നിന്ന് 2 essay വരെ ഇട്ട് കണ്ടിട്ടുണ്ട്. ദെൻ മൊഡ്യൂൾ നമ്പർ 3 നിന്ന് ഒരു essay. അതല്ലെങ്കിൽ ഓരോന്നിൽ നിന്ന് ഓരോ ചോദ്യങ്ങളായിട്ട് മൊഡ്യൂൾ നമ്പർ 1 ഒരു essay, മൊഡ്യൂൾ നമ്പർ 2 ഒരു essay, മൊഡ്യൂൾ നമ്പർ 3 ഒരു essay, അങ്ങനെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മൊഡ്യൂൾ നമ്പർ 1 വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ 4 essayക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ 2 മതിയല്ലോ. മൊഡ്യൂൾ നമ്പർ 1ഉം മൊഡ്യൂൾ നമ്പർ 4 പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 2 essay ചോദ്യങ്ങൾ ലഭിക്കും. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം ഓരോ മൊഡ്യൂളിൽ നിന്നും വരുന്ന 2 മാർക്സ് 5 മാർക്സ് essay ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് ഇൻട്രൊഡക്ഷൻ ഓഡിറ്റിങ്ങിൻ്റെ ആണ് വരുന്നത്. അതിൽ ഓഡിറ്റിംഗ് എന്താണ് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് എല്ലാ പേപ്പറിലും കണ്ടുവരുന്നൊരു ചോദ്യമാണ്. നിർബന്ധമായും ഓഡിറ്റിംഗ് എന്താണെന്നുള്ളത് പഠിക്കണം. ദെൻ നെക്സ്റ്റ് ഇതിൽ നിന്ന് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ്. അതിൽ ഇപ്പോൾ 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റ് എന്താണ് ഒബ്ജക്റ്റീവ്. ഇപ്പോൾ 2 മാർക്കിന് ഒരു 2-3 സെൻറ്റൻസ് എഴുതി വെച്ചാൽ മതി. അപ്പോൾ പ്രൈമറി ഒബ്ജക്റ്റീവ് മാത്രം എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാറുണ്ട്, നോക്കണം. അതിനുശേഷം നെക്സ്റ്റ് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറേഴ്സ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറേഴ്സ് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറേഴ്സിൽ ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ എടുത്ത് ചോദിക്കാറുണ്ട്. എറേഴ്സ് ഓഫ് കമ്മീഷൻ, എറേഴ്സ് ഓഫ് ഒമിഷൻ, കോമ്പൻസേറ്റിംഗ് എറേഴ്സ്, എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ, ഇതൊക്കെ എന്താണെന്നുള്ളത് സെപ്പറേറ്റും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറേഴ്സ് നോക്കുക. ഒന്നെങ്കിൽ 5 മാർക്കിന് വരാം, അതല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്സിൻ്റെ ചോദ്യമായിട്ടും വരാം. അപ്പോൾ അതാണ് നെക്സ്റ്റ് പറയാനുള്ള. ഇനി ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്സിൽ അതിൻ്റെ താഴെ എംബസൽമെൻറ്റ് ഓഫ് ക്യാഷ് എന്താണ്, മിക്കതും 2 മാർക്കിൻ്റെ കണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ മിസ്അപ്രോപ്രിയേഷൻ എന്താണ്, ദെൻ ഡിഫാൽക്കേഷൻ എന്താണ്, എംബസൽമെൻറ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് ഡിഫാൽക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിസ്അപ്രോപ്രിയേഷനോ അതല്ലെങ്കിൽ എംബസൽമെൻറ്റ് ഓഫ് ക്യാഷോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പലപ്പോഴും 2 മാർക്കിന് കണ്ടുവരാറുണ്ട്. അപ്പോൾ അതും നിർബന്ധമായി നോക്കാം കേട്ടോ. ഇതൊക്കെ 2 മാർക്സിന് ഞാൻ പറഞ്ഞു. മൊഡ്യൂൾ നമ്പർ 1ൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരും. ഓക്കെ,
നേരെ മറിച്ച് മൊഡ്യൂൾ നമ്പർ 2 അങ്ങനെയല്ല. മൊഡ്യൂൾ നമ്പർ 2 കുറേ ഉണ്ട്, അതിൽ നിന്ന് കുറച്ചേ കണ്ടുവരാറുള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ മെജോറിറ്റി നോക്കണം, സ്കിപ്പ് ചെയ്യരുത്. മാനിപ്പുലേഷൻ 2 മാർക്സ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ പ്രൊസീജിയർ 5 മാർക്കിൻ്റെയിലേക്ക് നോക്കാം നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ, ഫ്രോഡ്സ്, എറേഴ്സ് എന്നൊക്കെ പറയണത്. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റിംഗ് ഉണ്ട്. 5 മാർക്കിനെ ചോദിക്കാറുണ്ട്. അഡ്വാൻറ്റേജസ് നോക്കി വയ്ക്കുക, ഒന്ന് മാറ്റി പിടിക്കാൻ വേണമെങ്കിൽ. ലിമിറ്റേഷൻസ് ആണ് കൂടുതൽ കണ്ടുവന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ 5 മാർക്കിൻ്റെ ഇല്ല കേട്ടോ, ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റിംഗ്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഇത് പലപ്പോഴും ഇട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നോക്കണം, അഡ്വാൻറ്റേജസും ഇടാം. അപ്പോൾ അതിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കുക. 5 മാർക്സിൻ്റെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദെൻ 5 മാർക്സിൻ്റെ റിപ്പീറ്റ് ആണ്. ഒന്നുകിൽ ഓഡിറ്റിംഗ് വേഴ്സസ് ഇൻവെസ്റ്റിഗേഷൻ. ഓഡിറ്റിംഗും ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ഡിഫറൻസ് ചോദിക്കാം, അതല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ മാത്രം എന്താണെന്നുള്ളതും ചോദിക്കാം. നിർബന്ധമായും പഠിക്കണം. 5 മാർക്കിൽ പല ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ആണ് കേട്ടോ. ഓഡിറ്റിങ്ങും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്, പക്ഷേ കൂടുതൽ ഓഡിറ്റിംഗും ഇൻവെസ്റ്റിഗേഷനാണ് കണ്ടിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ലാസ്റ്റ് 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോവുകയാണെങ്കിൽ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ ക്വാളിഫിക്കേഷൻ ആൻഡ് ക്വാളിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ. നിർബന്ധമായും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ റിപ്പീറ്റാണ് ഇപ്രാവശ്യം വീണ്ടും ഇടുമെന്നുള്ളത് നമുക്കറിയില്ല. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. എസ് എ ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ നിന്നുള്ള ആദ്യത്തെ എസ് എ ടോപ്പിക്കാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്, ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഓഫ് ആൻ ഓഡിറ്റർ. ഇനി നെക്സ്റ്റ് എസ് എ ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഓഡിറ്റ്. ഈ ടോപ്പിക്കിൻ്റെ പ്രത്യേകത, ഒന്നുകിൽ എസ് എക്ക് ചോദിക്കും. എസ് എക്ക് ചോദിക്കുകയാണെങ്കിൽ ഓരോ ഓഡിറ്റ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പഠിക്കുന്ന പല ഓഡിറ്റ് എന്താണെന്നുള്ളത് 2 മാർക്കിൻ്റെ ചോദ്യത്തിലോ അതല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഓഡിറ്റ്, ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സോ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് അങ്ങനെ ആവാൻ ചോദിക്കുക. അപ്പോൾ ഒന്നുകിൽ എസ് സിക്ക് ചോദിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും 1-2 ചോദ്യങ്ങൾ 2 മാർക്കിൻ്റെ ആയിട്ടും ദെൻ 5 മാർക്കിൻ്റെ ഒരു ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഓഡിറ്റ് എടുത്തിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ് അങ്ങനെയും ചോദിക്കാം. അപ്പോൾ നിർബന്ധമായും പഠിക്കേണ്ടതാണ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമോ അതിനായിട്ട് മുമ്പത്തെ പ്രാവശ്യം ചോദിച്ചിട്ടാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് ഓൺ ദ ബേസ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇത് മാത്രം ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ ബേസിൽ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് ഉള്ളത് എന്നുള്ളത് ആണ് എസ് സിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ 4 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആവാൻ ചിലപ്പോൾ ചോദിക്കുക. ഇപ്പോൾ ഇതിലാദ്യം ഇപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് വരുന്നുണ്ട്, ഗവൺമെൻറ് ഓഡിറ്റ്, പ്രൈവറ്റ് ഓഡിറ്റ്. അപ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിനെ പറ്റിയിട്ടുള്ള ചോദ്യം മിക്ക പേപ്പറിലും റിപ്പീറ്റാണ്. ഒന്നുകിൽ ഇത് 2 മാർക്കിന് ചോദിക്കാം, അതല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ 5 മാർക്സിന് എടുത്ത് ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെ എന്തായാലും നോക്കിയിരിക്കണം. ഗവൺമെൻറ് ഓഡിറ്റ് ചോദിച്ചിട്ടുള്ളതാണ് 2 മാർക്കിന്. അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ വോളണ്ടറി ഓഡിറ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഓഡിറ്റ് 2 മാർക്ക് ചോദ്യത്തിൽ വന്നിട്ടുള്ളതാണ്. ദെൻ ഇൻറ്റേർണൽ ഓഡിറ്റ് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് 2 മാർക്സിൽ. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇൻറ്റേർണൽ എക്സ്റ്റേണൽ എന്താണെന്നുള്ളത് റിപ്പീറ്റാണ്. ദെൻ നെക്സ്റ്റ് ഇൻറ്റേർണൽ ഓഡിറ്റ്, അതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കണം കേട്ടോ. 5 മാർക്സിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഗവൺമെൻറ് ഓഡിറ്റും കൊമേഴ്ഷ്യൽ ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ് അല്ല ചോദിക്കാറ്. കൊമേഴ്ഷ്യൽ ഓഡിറ്റ് എന്താണ് 2 മാർക്കിൻ്റെ കണ്ടുവന്നിട്ടുണ്ട്. കണ്ടിന്യൂസ് ഓഡിറ്റ് 2 മാർക്ക് റിപ്പീറ്റ്. ഞാൻ പറഞ്ഞു ഇത് എസ് എക്ക് ഇട്ടിട്ടില്ലെങ്കിൽ ഇതൊക്കെ 2 മാർക്സിലേക്ക് നമ്മൾ കണ്ടുവരാറുള്ളതാണ്. ദെൻ നെക്സ്റ്റ് പീരിയോഡിക്കൽ ഓഡിറ്റ്, ഫൈനൽ ഓഡിറ്റ് അല്ലെങ്കിൽ ആനുവൽ ഓഡിറ്റ് 2 മാർക്സ് ചോദ്യമാണ്. ഇതൊക്കെ എന്തായാലും നോക്കിയിരിക്കണം. ഇൻ്ററിം ഓഡിറ്റ് 2 മാർക്സ് ക്വസ്റ്റ്യൻ, 2 മാർക്സിൽ റിപ്പീറ്റാണ്. ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് ഉണ്ട്, ഇതൊക്കെ 2 മാർക്കിൻ്റെ നമുക്ക് കാണാം. ദെൻ നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ടോപ്പിക്ക് ഒബ്ജക്റ്റീവ്സ്, മാനേജ്മെൻറ്റ് ഓഡിറ്റ് 2 മാർക്സ്, ഇതൊക്കെ 2 മാർക്കിൻ്റെ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. 2 മാർക്ക്. സോഷ്യൽ ഓഡിറ്റ് 2 മാർക്സ്. ഇനി നെക്സ്റ്റ് പ്രിലിമിനറി സ്റ്റേജ് ഓഫ് ഓഡിറ്റ് വർക്ക് അല്ലെങ്കിൽ പ്രീ പ്ലാൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ദ ഓഡിറ്റ് വർക്ക് അല്ലെങ്കിൽ സ്റ്റെപ്സ് ടു ബി ടേക്കൺ ബൈ ഓഡിറ്റർ ബിഫോർ കമൻസ്മെൻറ്റ് ഓഫ് എൻ ഓഡിറ്റ്. ഒറ്റ പ്രാവശ്യം എസ് സിക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. എന്താണ് ഇങ്ങനെ ചോദിച്ചിട്ടുള്ളത്? സ്റ്റെപ്സ് ടു ബി ടേക്കൺ ബൈ ദ ഓഡിറ്റർ ബിഫോർ കമൻസ്മെൻറ്റ് ഓഫ് ഓഡിറ്റ്.
ഒറ്റ പ്രാവശ്യം SAക്ക്. അപ്പോൾ രണ്ടാമത്തെ ഒരു SA ടോപ്പിക്ക്, മൂന്നാമത്തെ SA ടോപ്പിക്കാണ് ഇതിൽ നിന്ന്. നമ്പർ 1 ക്വാളിഫിക്കേഷൻ ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എൻ ഓഡിറ്റർ. ദെൻ അതിനുശേഷം ഞാൻ പറഞ്ഞു ഇപ്പോൾ ഈ ഒരു ടോപ്പിക്ക്, പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ്. അപ്പോൾ 3 ചോദ്യങ്ങൾ ഇപ്പോൾ ഇതിൽ നിന്ന് SAക്ക് ഉണ്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ. ഇതിലേതെങ്കിലും ഒരെണ്ണം എന്തായാലും ഉണ്ടായിരിക്കും. 3 എണ്ണമാണ്. ദെൻ ഓഡിറ്റ് ടെക്നിക്ക് എന്താണ്? റിപ്പീറ്റ് 5 മാർക്സ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോവുകയാണെങ്കിൽ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇമ്പോർട്ടൻ്റ് ഓഡിറ്റ് ടെക്നിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ചോദിച്ചിട്ടുണ്ട്. 5 മാർക്സ് നിർബന്ധമായും പഠിച്ചിരിക്കണം. ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കതും റിപ്പീറ്റ്. ദെൻ ഈ ഒരു ചോദ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. റൈറ്റ് എ നോട്ട് ഓൺ ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് സ്റ്റാൻഡേർഡ്സ്. വീണ്ടും ചോദിക്കുമെന്ന് അറിയില്ല, ഒന്നും എഴുതാനില്ല. ഇതല്ലോ ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് സ്റ്റാൻഡേർഡ്സ്. ദെൻ അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. 5 മാർക്സിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോ ഇതാണ് മറ്റൊരു കാര്യം പറയാനുള്ളത്. സോ ഇതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ മെയിനായിട്ടുള്ള ഡീറ്റെയിൽ ഉണ്ട്. 5 മാർക്കിനിലേക്ക് ചോദിക്കുമ്പോൾ ആ രീതിയിൽ എഴുതാം. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 SA ടോപ്പിക്സ് ആണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ. ഏതൊക്കെയാ വീണ്ടും പറയണു? ക്വാളിഫിക്കേഷൻ ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എൻ ഓഡിറ്റർ. നമ്പർ 2 ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഓഡിറ്റ്. ദെൻ അതിനുശേഷം സ്റ്റെപ്സ് ടു ബി ടേക്കൺ ബിഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ്. ഈ 3 ടോപ്പിക്സിൽ ഏതെങ്കിലും ഒരെണ്ണം SAക്ക് ചോദിക്കും. 5 മാർക്കിന് ചോദിക്കുന്ന ഒരുപാട് സജഷൻസ് ഞാൻ നൽകിയിട്ടുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഓഡിറ്റ് ടെക്നിക്സ്, പിന്നെ പലതരത്തിലുള്ള ഓഡിറ്റിൽ ഏതെങ്കിലും ഒരു ഓഡിറ്റിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ്. 2 മാർക്കിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും 1-2 റിപ്പീറ്റ് ആണ്. ഓഡിറ്റിംഗ് എന്താണ്, അതുപോലെ തന്നെ ഓഡിറ്റ് ടെക്നിക്ക് എന്താണെന്ന് മാത്രം എടുത്ത് ചോദിക്കും. 2 മാർക്കിൻ്റെയിലേക്കും ചോദിക്കാം. അപ്പോൾ ഞാൻ ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ എറേഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നോക്കാം കേട്ടോ. കാരണം ഒരു SA മിനിമം ചിലപ്പോൾ 2 SA വരെ കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിനിമം ചോദിക്കുന്ന മാർക്കാണ് പറയുന്നത്. 10 മാർക്കിൻ്റെ ഒരെണ്ണം ഉണ്ടാവും, 5 മാർക്കിൻ്റെ 3 എണ്ണം വരെ വരാറുണ്ട്. 2 3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15 മാർക്കിൻ്റെ വരെ പ്രതീക്ഷിക്കാം. അപ്പോൾ 25 മാർക്കായി. ദെൻ 2 മാർക്സിൻ്റെ 3 എണ്ണം എപ്പോഴും വരാറുണ്ട്. അപ്പോൾ 25ഉം ഒരു 31 മാർക്ക് വരെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നൊരു മൊഡ്യൂളാണ് ആദ്യത്തെ മൊഡ്യൂൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 2 പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ്. ഈ ഒരു മൊഡ്യൂൾ നിങ്ങൾ അവസാനം പഠിച്ചാൽ മതി. ഇതിൽ നിന്നൊരൊറ്റ essay ഇടും. ബട്ട് പിന്നെ 2 മാർക്കിൻ്റെ ഏതെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ട്, 5 മാർക്കിൻ്റെയും വരെ ചോദിക്കാം. ബട്ട് ഒരുപാട് പഠിച്ചാലാണ് ഇതിൽ നിന്ന് ഈ ചോദ്യങ്ങൾ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വലിയൊരു മൊഡ്യൂൾ കൂടിയാണ്. അപ്പോൾ വെറുതെ നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യരുത്. നമുക്ക് അപ്പുറത്തെ ഓപ്ഷൻ ഉണ്ട് SAക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ് ആണ്. റൂട്ടീൻ ചെക്കിങ് എന്താണ്? 2 മാർക്കിൻ്റെയിലേക്ക് ചോദിക്കാം. ഇത് നമുക്ക് മൊഡ്യൂൾ നമ്പർ 3 ഇത് വീണ്ടും കാണാനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ റൂട്ടീൻ ചെക്കിങ് എന്താണെന്നുള്ളത്. ഇതൊക്കെ അവിടെ കാണാം. ദെൻ നെക്സ്റ്റ് ഇതിന് അഡ്വാൻറ്റേജസ് ഉണ്ട്, നോക്കിക്കോളൂ. 5 മാർക്കിൻ്റെയിലേക്ക് പ്രതീക്ഷിക്കാം. റൂട്ടീൻ ചെക്കിങ്ങിൻ്റെ സാമ്പിൾ ചെക്കിങ്, ടെസ്റ്റ് ചെക്കിങ്, ഇതൊക്കെ 2 മാർക്ക് ചോദ്യമാണ് കേട്ടോ. വെരിഫിക്കേഷൻ 2 മാർക്സിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ 5 മാർക്കിൻ്റെ ഒറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് പ്രിക്വേഷൻസ് ഓഫ് ടെസ്റ്റ് ചെക്കിങ്. 5 മാർക്സിൻ്റെയിലേക്ക് കേട്ടോ, പ്രിക്വേഷൻസ് ഓഫ് ടെസ്റ്റ് ചെക്കിങ്. ദെൻ നെക്സ്റ്റ് സർപ്രൈസ് ചെക്ക് എന്താണ്? 2 മാർക്സ് ക്വസ്റ്റ്യൻ. ഓഡിറ്റ് ഇൻ ഡെപ്ത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഓഡിറ്റ് ഇൻ ഡെപ്ത് എന്താണെന്നുള്ള 2 മാർക്കിൻ്റെ റിപ്പീറ്റ് ആണ്, മിക്ക പേപ്പറിലും ചോദിക്കാറുണ്ട്. പ്രിക്വേഷൻസ് ടു ബി ടേക്കൺ വൈൽ യൂസിങ് ടിക്സ്, അതങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. മറ്റേ പ്രിക്വേഷൻസ് ആണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ദെൻ വൗച്ചിങ് എന്താണ്? നിർബന്ധമായും പഠിക്കുക. ദെൻ SAക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറ് വൗച്ചിങ്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഐറ്റത്തിൻ്റെ വൗച്ചിങ് ആണ് എടുത്ത് ചോദിക്കുക. അതിപ്പോൾ ക്യാഷ് ബുക്കിൻ്റെ വൗച്ചിങ് ആവാം, അതല്ലെങ്കിൽ പെറ്റി ക്യാഷ് ബുക്കിൻ്റെ വൗച്ചിങ് ആവാം. ഒരുപാട് ഏരിയാസ് ഉണ്ട് വൗച്ചിങ്ങിൽ. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് ഒരു SAക്ക് ചോദിക്കാം. അപ്പോൾ അത് ഏതാ ചോദിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ക്യാഷ് ബുക്കോ പെറ്റി ക്യാഷ് ബുക്കോ അതിലേതെങ്കിലും ഒരു പെർട്ടിക്കുലർ സൈഡിൻ്റെ വൗച്ചിങ്ങിനെ പറ്റിയിട്ടാണ് SAക്ക് കണ്ടുവരാറ്. അപ്പോൾ ലെങ്തിയസ്റ്റ് ഒരു ഏരിയ ആണ്. സോ അതുകൊണ്ട് ലാസ്റ്റ് പഠിച്ചാൽ മതി. വൗച്ചിങ് എന്താണെന്ന് പഠിച്ചു വെച്ചോളൂ. ഇനിയിപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഇമ്പോർട്ടൻസ് ഒക്കെ പഠിക്കാൻ എളുപ്പമാണ്. പിന്നെ വൗച്ചേഴ്സ് 2 മാർക്കിൻ്റെയിലേക്ക് ചോദിച്ചിട്ടുള്ളതാണ് വൗച്ചേഴ്സ് കേട്ടോ.
എക്സാമ്പിൾസ് ഓഫ് വൗച്ചേഴ്സ് നോക്കി വയ്ക്കുക. 2 മാർക്കിൻ്റെ ചോദിച്ചിട്ടുണ്ട്. ടൈപ്സ് ഓഫ് വൗച്ചേഴ്സ് നോക്കി വെച്ചോളൂ. ദെൻ വൗച്ചേഴ്സിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ 5 മാർക്സിൻ്റെ അല്ല, കൂടുതൽ 2 മാർക്കിൻ്റെയിലാണ് കണ്ടുവന്നിട്ടുള്ളത്. ഇനി വൗച്ചിങ് ഓരോ കാര്യങ്ങളിൽ ചെയ്യുന്നതാണ്. വൗച്ചിങ് ഓഫ് ക്യാഷ് ബുക്ക്, ക്യാഷ് ട്രാൻസാക്ഷൻ, ഇതാണ് മിക്കതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതിലേതെങ്കിലും ഒരെണ്ണം SAക്ക് വന്നിട്ടുള്ളത് ഇതാ, വൗച്ചിങ് ഓഫ് റിസീപ്റ്റ് സൈഡ് ഓർ ഡെബിറ്റ് സൈഡ്, ക്യാഷ് ബുക്ക് എങ്ങനെയാണ് വൗച്ച് ചെയ്യുക എന്നുള്ളത്. ഇതാണ് SAക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഇതിൽ നിന്ന്. അതുപോലെ തന്നെ ഇതാ റിസീപ്റ്റ് സൈഡ് വൗച്ചിങ്ങിൻ്റെ കാര്യങ്ങൾ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നോക്കാം, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സൈഡ്. ഇനി ഇതിങ്ങനെ ഘോരം കാണാൻ പറ്റും ഓരോ കാര്യങ്ങളുടെ വൗച്ചിങ്. അപ്പോൾ ഇതൊക്കെ നോക്കാൻ നിന്നാൽ ഈ അടുത്ത കാലത്തൊന്നും കഴിയില്ല പഠിച്ച്. ഇനി വൗച്ചിങ് ഓഫ് ക്യാഷ് പേയ്മെൻറ്റ്സ്, ക്രെഡിറ്റ് സൈഡ്, ഇതിലേതെങ്കിലും ഒരു പെർട്ടിക്കുലർ സൈഡിനെ വൗച്ചിങ് ആണ് ചോദിക്കാറ് കേട്ടോ. ഡിഫറെൻറ്റ് ഐറ്റംസ് പേയ്മെൻറ്റ് സൈഡ് ക്യാഷ് ബുക്കിൻ്റെ. അപ്പോൾ ഒന്നെങ്കിൽ റിസീപ്റ്റ് സൈഡ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് സൈഡ് വൗച്ചിങ്ങിൻ്റെ കാര്യങ്ങളാണ് SAക്ക് ഇടാറ്. ഇനി ഇതിൽ ഇടയിൽ ഇപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്, ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും വൗച്ചിങ് ഇങ്ങനെ ഇഷ്ടം പോലെ ഇത് കാണും. അപ്പോൾ നമ്മളിതൊക്കെ നോക്കാമെന്നുണ്ടെങ്കിൽ അടുത്ത കാലത്തൊന്നും കഴിയില്ല ഈ ചാപ്റ്റർ പഠിച്ചിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ദെൻ ഇത് 5 മാർക്കിൻ്റെയിലേക്കും ചോദിച്ചിട്ടുണ്ട്, SAക്ക് ചോദിച്ചിട്ടുണ്ട്. വൗച്ചിങ് ഓഫ് പെറ്റി ക്യാഷ് ബുക്ക്. അപ്പോൾ ക്യാഷ് ബുക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ പെറ്റി ക്യാഷ് ബുക്കിൻ്റെ വൗച്ചിങ് നോക്കാം, 5 മാർക്സിൻ്റെയിലേക്ക് ആവാം. അപ്പോൾ ഇത് തന്നെ വലിയൊരു ചാപ്റ്ററാണ്, എത്രത്തോളം നോക്കിയേ. അപ്പോൾ ഈ ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും ഇത് കഴിയില്ല, കണ്ടോ, ഇഷ്ടം പോലെയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വയ്ക്കാം, അല്ലാണ്ട് ഈ പറയുന്ന കാര്യങ്ങളിലോട്ടൊക്കെ പോകാൻ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ള സമയം മൊത്തം പോവും. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ എല്ലാം പഠിച്ചതിന് ശേഷം ഇത് നോക്കാം. ഇനി നെക്സ്റ്റ് വെരിഫിക്കേഷൻ എന്താണ് 2 മാർക്കിൻ്റെയിലേക്ക് നോക്കി വയ്ക്കുക കേട്ടോ. വെരിഫിക്കേഷനും വൗച്ചിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് 5 മാർക്കിൻ്റെയിലേക്ക് ചോദിക്കാം. വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഏരിയ. വാല്യുവേഷൻ ഓഫ് അസറ്റ് 2 മാർക്സ് ചോദ്യം. ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് ഒരുപാടുണ്ടെന്നേ ഈ ഒരു ചാപ്റ്ററിൽ. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്താണെന്ന് നോക്കിയോളൂ. വേസ്റ്റിംഗ് അസറ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലുമൊക്കെ വരും. ഫിക്റ്റീഷ്യസ്, കണ്ടിൻജൻ്റ് അസറ്റ്, കണ്ടിൻജൻ്റ് ലൈബിലിറ്റി. അപ്പോൾ 2 മാർക്കിൻ്റെയിലേക്ക് ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ പാകത്തിന് പഠിക്കുക. വെരിഫിക്കേഷൻ എന്താണെന്ന് നോക്കിയോളൂ. കണ്ടോ, കണ്ടിൻജൻ്റ് ലൈബിലിറ്റി 2 മാർക്കിൻ്റെയിലേക്ക് പ്രതീക്ഷിക്കാം. ഇനി വലിയൊരു ചാപ്റ്ററാണ്. സോ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നോക്കി വയ്ക്കുക. എന്തൊക്കെയാ, വൗച്ചിങ് എന്താണെന്ന് നോക്കുക, വൗച്ചിങ്ങും വെരിഫിക്കേഷൻ നമ്മളുടെ ഡിഫറൻസ് നോക്കുക. ദെൻ വൗച്ചിങ് SA വരുന്നുണ്ടെങ്കിൽ ക്യാഷ് ബുക്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സൈഡ്, റിസീപ്റ്റ് സൈഡോ പേയ്മെൻറ്റ് സൈഡോ വൗച്ചിങ്ങിൻ്റെ കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ പെറ്റി ക്യാഷ് ബുക്ക്, ഇതൊക്കെയാണ് കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ചില 2 മാർക്കിന് എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ പറഞ്ഞിട്ടില്ലേ, അത് നോക്കി വയ്ക്കുക. ഇതൊക്കെ തന്നെയാണ് ഇതിൽ പറയാനുള്ളൂ. ഇത് കഴിഞ്ഞിട്ടില്ലേ സംഭവം. ഇതിങ്ങനെ വൗച്ചിങ്ങിൻ്റെ മൊത്തം കാര്യങ്ങൾ, വെരിഫിക്കേഷൻ്റെ മൊത്തം കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് നമ്മൾ എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിൽ വെച്ചിട്ട് പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂളിലോട്ടാണ് പോകേണ്ടത്. ഇതിങ്ങനെ ഉണ്ട്. ഇതൊക്കെ നോക്കാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു വീണ്ടും നമ്മുടെ ടൈം പോവും. ഒരുപാട് പഠിച്ച് കുറച്ച് മാത്രമാണ് ഇതിൽ നിന്ന് കണ്ടുവന്നിട്ടുള്ളത്. ഒരു സ്മാർട്ട് അപ്രോച്ച് നമുക്ക് ഫോളോ ചെയ്യാം. ഇപ്പോൾ ഇതിലേതെങ്കിലും ഇപ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു വന്നാലും അപ്പുറത്തെ ഓപ്ഷൻസ് നമ്മൾ ബാക്കിയുള്ള മൊഡ്യൂൾസിൽ നിന്ന് പഠിക്കുന്നുണ്ടല്ലോ. SC ആണെങ്കിലും കണ്ടോ എത്രയാ എടുക്കുന്നത് നോക്കിയാൽ. ഇനി മൊഡ്യൂൾ നമ്പർ 3 പോകാം. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 1 കഴിഞ്ഞിട്ട് നിങ്ങൾ മൊഡ്യൂൾ നമ്പർ 3 പഠിച്ചാൽ മതി. ഇൻറ്റേർണൽ കൺട്രോൾ. ഇതിൽ നിന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങൾ മിക്കത് റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ട്. മെജോറിറ്റി ഇതിൽ കവർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾ എന്താണെന്നുള്ളതാണ്. ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഫീച്ചേഴ്സ് 5 മാർക്കിൻ്റെ വരാറുണ്ട്, നോക്കി വയ്ക്കുക. ദെൻ നെക്സ്റ്റ് എസെൻഷ്യൽസ് ഓഫ് ഗുഡ് ഇൻറ്റേർണൽ കൺട്രോൾ 5 മാർക്കിൻ്റെ വന്നിട്ടുണ്ട് ഇതിനായിട്ട് മുമ്പ്. 5 മാർക്സിൻ്റെ കേട്ടോ, നോക്കി വയ്ക്കുക. ദെൻ നെക്സ്റ്റ് ഇൻറ്റേർണൽ ചെക്ക് എന്താണ്, 2 മാർക്ക് ചോദ്യമാണ്. അതുമാത്രമല്ല ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ട്. ഇൻറ്റേർണൽ ചെക്കിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യം.
അപ്പോൾ ഇന്റേണൽ ചെക്ക് എന്താണ്, ഇന്റേണൽ കൺട്രോൾ എന്താണ് നിർബന്ധമായും പഠിക്കണം. ദെൻ ഈ ചോദ്യം ഇന്റേണൽ കൺട്രോൾ, ഇന്റേണൽ ചെക്ക്, ഇന്റേണൽ ഓഡിറ്റ്, ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇന്റേണൽ കൺട്രോൾ എന്താണ്, ഇന്റേണൽ ചെക്ക് എന്താണ്, ഇന്റേണൽ ഓഡിറ്റ് എന്താണെന്നുള്ളത് പഠിക്കണം. മൂന്നിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ ചോദിക്കും, ഇതിന്റെ ഡിഫറൻസും ചോദിക്കാം 5 മാർക്കിൻ്റെ അല്ലേ. ഇനി പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ്, ഇതാണ് എസ്ഐക്ക് ചോദിച്ചിട്ടുള്ളത് ഒരു പ്രാവശ്യം ഈ ചാപ്റ്ററിൽ നിന്ന്. റൂട്ടീൻ ചെക്കിംഗ്, ടെസ്റ്റ് ചെക്കിംഗ്, സർപ്രൈസ്, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു ആ ചാപ്റ്ററിൽ ഉണ്ട് എന്നുള്ളത്. ബട്ട് ഇവിടെയാണ് കറക്റ്റായിട്ട് ഓർഡറിൽ നമുക്ക് കാണാൻ സാധിക്കും, ഓഡിറ്റ് ഇൻ ഡെപ്ത് ഒക്കെ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് 2 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കുകയാണെന്ന്, അല്ലെങ്കിൽ പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഒരു എസ്സേ ആവാം ചോദിക്കുക. നിർബന്ധമായും പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കേട്ടോ ഇത്. അതിൻ്റെ ഉള്ളിലുള്ളത് സെപ്പറേറ്റ് 2 മാർക്സ് 5 മാർക്സിനും ചോദിക്കാം, അതല്ലെങ്കിൽ നമുക്കൊരു എസ്സേ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഈ ഒരു യൂണിറ്റിൽ നിന്ന് 2 ടോപ്പിക്സ് ആണ് എസ്സിക്ക് കണ്ടുവരാറ്. ആദ്യത്തെ പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ് പറഞ്ഞു, രണ്ടാമതാണ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ ലൈബിലിറ്റീസ് ഓഫ് എൻ ഓഡിറ്റർ. ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് എസ്സിക്ക് വരാറ്. നിർബന്ധമായും പഠിച്ചു വയ്ക്കുക, എസ്സേ ടോപ്പിക്കാണ്. ഒന്നെങ്കിൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എൻ ഓഡിറ്റർ, അല്ലെങ്കിൽ ലൈബിലിറ്റീസ് ഓഫ് എൻ ഓഡിറ്റർ. ഡ്യൂട്ടീസ് ആണ് പിന്നെ വരുന്നത്, എസ്സേ ടോപ്പിക്കാണ്, പിന്നെ ലാസ്റ്റ് ഇതിൻ്റെ ലൈബിലിറ്റീസ്. ഓക്കെ, റൈറ്റ്സ്, ഡ്യൂട്ടീസ്. അപ്പോൾ ഇതാണ് യൂണിറ്റ് നമ്പർ 3. യൂണിറ്റ് നമ്പർ 3ൽ 2 എസ്സേ ടോപ്പിക് ഉണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം എല്ലാ പ്രാവശ്യം വരുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞ ഇന്റേണൽ കൺട്രോൾ, ഇന്റേണൽ ചെക്ക്, അതുപോലെ തന്നെ ഇന്റേണൽ ഓഡിറ്റ്, ഇതിൻ്റെ ഡിഫറൻസ്, ആ കൺസെപ്റ്റ്, ഇന്റേണൽ ചെക്ക് സിസ്റ്റത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അതൊക്കെ നോക്കി വയ്ക്കുക. മൂന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ 1ഉം 3യുടെയും പ്രത്യേകത, പറഞ്ഞ ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരും, ഒക്കെ റിപ്പീറ്റാണ്. മൊഡ്യൂൾ നമ്പർ 2ൻ്റെ പ്രത്യേകത എന്താ, ഒരുപാടുണ്ട്, അതിൽ നിന്ന് കുറച്ച് മാത്രമേ വരാറുള്ളൂ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 4, കോർപ്പറേറ്റ് ഗവർണൻസ് ആണ്. ഇനി ഇതിൽ 2 മൊഡ്യൂളാണ് വരുന്നത് കോർപ്പറേറ്റ് ഗവർണൻസിൽ. അതിൽ മൊഡ്യൂൾ നമ്പർ 4ൽ നിന്നാണ് മെജോറിറ്റി ചോദ്യങ്ങൾ വരാറ്. എസ്സേ ആവട്ടെ 2 മാർക്സ് 5 മാർക്സ് ഒക്കെ വരാറുണ്ട്. മൊഡ്യൂൾ നമ്പർ 5ൽ നിന്ന് 5 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് മിക്കത് റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളത്. ചിലപ്പോൾ 2 മാർക്കിൻ്റെ ഒരെണ്ണം കൂടി ഇടാറുണ്ട്. അപ്പോൾ കോർപ്പറേറ്റ് ഗവർണൻസ് ഇതിൽ 3 എസ്സേ ടോപ്പിക് ഉണ്ട്, അതിലൊരെണ്ണമാണ് വരിക. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് 5 മാർക്കിൻ്റെ വരാറുള്ളതാണ്, ആ രീതിയിൽ നോക്കാം. ദെൻ നെക്സ്റ്റ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എസ്സേക്ക്, തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ്. ഒന്നെങ്കിൽ ഇത്, പിന്നെ ഈ തിയറീസിൽ ഏതെങ്കിലും ഒരു തിയറി എടുത്ത് 5 മാർക്കിൻ്റെയിലേക്കോ 2 മാർക്കിൻ്റെയിലേക്കോ ചോദിക്കാം. ഏജൻസി തിയറിയോ, സ്റ്റുവർഡ്ഷിപ്പ് തിയറിയോ, റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറിയോ, അങ്ങനെയും ചോദിക്കാം. അതല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ വാരിയസ് തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ്. ഇത് നിങ്ങളുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്കിൽ പോകുകയാണെങ്കിൽ നല്ല രീതിയിൽ കാണാൻ പറ്റും. നെക്സ്റ്റ് എസ്സേ ടോപ്പിക് മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ്. ഇതും എസ്സേക്ക് അവരിടാറുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ 3 ടോപ്പിക് ഉണ്ട്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ്. ഇനി കമ്മിറ്റീസ് ആണ്, ബോർഡ് കമ്മിറ്റീസ്, കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ കമ്മിറ്റീസ് ഏതൊക്കെയാണ്. ഇങ്ങനെ ഈ 3 ടോപ്പിക്കിൽ ഇത് ഏതാണ് ഇടാന്ന് പറയാൻ പറ്റില്ല. 3 ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് വരാറ്. ഇനി 2 മാർക്സ് ചോദ്യം റിപ്പീറ്റ്. ഇൻസൈഡർ ട്രേഡിംഗ് എന്താണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. CGR എന്താണ്, 2 മാർക്ക് ചോദ്യം റിപ്പീറ്റ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. 5 മാർക്കിൻ്റെയിലേക്കോ 2 മാർക്കിൻ്റെയിലോ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. ഗ്രീൻ ഗവേണൻസ് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നിർബന്ധമായും പഠിക്കണം. ഇതൊക്കെ എല്ലാ പേപ്പറിലും വരും. ദെൻ ക്ലോസ് 49 ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് 2 മാർക്സ് ക്വസ്റ്റ്യൻ. ഇതിൽ കുറച്ച് ടോപ്പിക്സ് ഉള്ളൂ, അതുകൊണ്ട് തന്നെ എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് കാണുന്നതാണ്. ഓഡിറ്റ് കമ്മിറ്റി 2 മാർക്ക് ചോദ്യം വരാറുള്ളതാണ്. ഇനി ഇതിൽ നമ്മൾ നോക്കേണ്ടത് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം. 5 മാർക്കിൻ്റെയിലാണ് മിക്കതും കണ്ടുവരാറ്. റീസൺസ് അതിൻ്റെ എഴുതാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 2 മാർക്കിൻ്റെയിലേക്ക് വിടാം. റീസൺസ് ഫോർ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്ത് കേട്ടോ. എന്തായാലും പ്രതീക്ഷിക്കാം ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ എല്ലാ പേപ്പറിലും ഇടുന്നതാണ്. ക്ലാസ് ഓഫ് ആക്ഷൻ എന്താണ്, ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം, ഇതൊക്കെ നോക്കണം. അപ്പോൾ അങ്ങനെ 3 എസ്സേ ടോപ്പിക്ക് പറഞ്ഞു, അതിൽ ഏതെങ്കിലും ഒരെണ്ണം 5 മാർക്കിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം റിപ്പീറ്റാണ്. പിന്നെ ഇമ്പോർട്ടൻസ് നോക്കണം, പിന്നെ 2 മാർക്കിൻ്റെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ, അതൊക്കെ എല്ലാ പേപ്പറിലും വരുന്നതാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് മൊഡ്യൂൾ നമ്പർ 4, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു മൊഡ്യൂൾ നമ്പർ 5ൽ നിന്ന് ഈ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ഫെയിലിയേഴ്സ്, അതിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഫെയിലിയറാണ് ചോദിക്കാറ്. അത് സത്യം കമ്പ്യൂട്ടേഴ്സ് എല്ലാ പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ മേജർ ഫെയിലിയേഴ്സാണ്, അതിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഫെയിലിയറാണ് ചോദിക്കാറ്. ഞാൻ പറഞ്ഞു മാക്സ്വെല്ലുണ്ട്. ഇതിൽ ഈ സത്യം കമ്പ്യൂട്ടേഴ്സിൻ്റെ ആണ് ഏറ്റവും കൂടുതൽ എക്സാമിന് നോക്കുകയാണെങ്കിൽ കണ്ടുവന്നിട്ടുള്ളത്. ഇത്
സത്യം കമ്പ്യൂട്ടേഴ്സ് സർവീസ് ലിമിറ്റഡ് ഇവരുടെ ഫെയിലിയേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് 5 മാർക്സിൻ്റെ എപ്പോഴും ചോദ്യമാണ്. അത് തന്നെ വീണ്ടും ഇടാമെന്ന് അറിയില്ല, ഏത് വേണമെങ്കിലും ഇടാം. കിങ് ഫിഷറും നോക്കിക്കോളൂ കേട്ടോ, സത്യവും കിങ് ഫിഷറും മാറി മാറി വേണമെങ്കിൽ ചോദിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് സത്യം തന്നെയാണ്. ഇനി കോമൺ കോർപ്പറേറ്റ് ഗവേണൻസ് പ്രോബ്ലംസ് നോട്ടീസ് ഇൻ വാരിയസ് കോർപ്പറേറ്റ് ഫെയിലിയേഴ്സ് മാറ്റിപ്പിടിക്കുമെന്ന് അറിയില്ല. എസ്സേക്കുള്ള 5 മാർക്കിനാണ്. പിന്നെ കോഡ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. കാഡ്ബറി റിപ്പോർട്ട് എന്താണ് 2 മാർക്കിന് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, കാഡ്ബറി റിപ്പോർട്ടിനെ ഒരു. പിന്നെ പല റിപ്പോർട്ടുകളാണ്. ഓഡിറ്റ് റിപ്പോർട്ട് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് 2 മാർക്ക്. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. കോർപ്പറേറ്റ് ഗവേണൻസ് കോഡ്, ദാറ്റ്സ് ഓൾ. ഇനി കുമാർ മംഗളം ബിർള കമ്മിറ്റി ചോദിച്ചിട്ടില്ല, റിപ്പീറ്റല്ല, കഴിഞ്ഞു. ഇതൊക്കെയാണ് ഉള്ളത്. മാൻഡേറ്ററി റെക്കമെൻഡേഷൻസ്, നോൺ മാൻഡേറ്ററി റെക്കമെൻഡേഷൻസ്, നാരായണമൂർത്തി കമ്മിറ്റി ഉണ്ട്. റിപ്പീറ്റ് അല്ല, ഇതൊക്കെ നിങ്ങളുടെ ടൈമിൻ്റെ ബേസിൽ നോക്കാം കേട്ടോ. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നോക്കാം. കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. ഇതൊക്കെ നോക്കാം അവസാനം ടൈമിൻ്റെ ബേസിൽ നോക്കി വയ്ക്കുക. ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത് ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫെയിലിയർ എന്താണെന്നുള്ളതാണ് എടുത്ത് ചോദിക്കാറ്. പിന്നെ പല കമ്മിറ്റീസിൽ ഏതെങ്കിലും ഒരെണ്ണം അതും ചോദിക്കും. സോ ദാറ്റ്സ് അബൌട്ട് ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. അപ്പോൾ നിങ്ങൾക്ക് നിസ്സംശയം പറയാൻ സാധിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണെന്നത്. മൊഡ്യൂൾ നമ്പർ 1, മൊഡ്യൂൾ നമ്പർ 3, അതുപോലെ തന്നെ മൊഡ്യൂൾ നമ്പർ 4. ഇതിൽ നിന്നാണ് മെജോറിറ്റി ചോദ്യങ്ങൾ കണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ റിപ്പീറ്റായിട്ട് പ്രതീക്ഷിക്കുന്ന എസ്സേ ടോപ്പിക്കുകൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുമ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? 1 പഠിക്കുക, 3 പഠിക്കുക, 4 പഠിക്കുക. 80%-നേക്കാൾ കൂടുതൽ മാർക്സ് അവിടെ തന്നെ കിട്ടി ഈ 3 മൊഡ്യൂളിൽ നിന്ന്. ഓക്കെ, സോ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.